കുറച്ച് നാളുകളായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർക്ക് ലിഗ്മെന്റ് പ്രോബ്ലം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മുട്ടുവേദന ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നടുവേദന ഉണ്ടായിരിക്കും. മീശേമ പിരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, എനിക്ക് ചില കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചേട്ടന്മാരിങ്ങനെ ആരാംസെ ഇരിക്കുന്ന സ്വഭാവം നമ്മൾ മാറ്റാൻ പോവാ. ഇനി നമ്മൾ പോണ കളിയില് എസ്പെഷ്യലി ഇന്ന് പെൺകുട്ടികൾ എല്ലാവരും വെസ്റ്റേൺ അറ്റയേഴ്സ് ഒക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കളിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിലും നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എന്നാലും നിങ്ങളെ ഇന്ന് കളിപ്പിക്കുന്നില്ല, നമ്മുടെ ചേട്ടന്മാരെയാണ് കളിപ്പിക്കാൻ പോണേ. അപ്പൊ ഇതിലിങ്ങനെ ആടണം, അങ്ങനെയാണ് നമ്മുടെ ഗെയിമിന്റെ ഒരു റൂള്. പക്ഷെ എന്ത് പേരിടും? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഭയങ്കര വീക്കാ പേരിടാൻ. ആടുന്നതാണ്. ആ പാടിക്കളിക്കടാ കൊച്ചുരാമ. കറക്റ്റ്. അപ്പൊ ഇതിലും ആടിക്കളിക്കടാ കൊച്ചുരാമന്മാരെ ഇത് നമുക്ക് പേരിടാം. Moving on to the game. ആടിക്കളിക്കടാ കൊച്ചുരാമന്മാരെ. അപ്പേ നമ്മൾ ആടിക്കളിക്കടാ കൊച്ചുരാമന്മാരെ എന്ന് പറഞ്ഞ ഈ ഗെയിമില് 2 കൊച്ചുരാമന്മാര് വെളിച്ചപ്പൊക്കെ ഓടി വന്നിട്ടുണ്ട്. ഒന്ന് ശശു, ഒന്ന് നമ്മുടെ സുധു. എങ്ങനെ കളിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ടീമില് ഓരോരുത്തരായിരിക്കും കളിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് വയ്യാണ്ടാവുകയാണെങ്കിൽ മാത്രം ആളെ മാറ്റേണ്ട കാര്യം ചിന്തിച്ചാൽ മതി. 2 പേര് സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങൾ എങ്ങാനും അവിടെ പോയി തലയിടിക്കുകയാണെങ്കിലൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ തടവി തരാൻ 2 പേരുണ്ട്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആട്ടി വിടരുത്. ഈ കൊച്ചുരാമന്മാർ തന്നെ ആടിയിട്ട് ഓരോ ബോൾസ് ഇങ്ങനെ അപ്പുറത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കണം. നിങ്ങളുടെ കളർ യെല്ലോ ആൻഡ് ഇവരുടെ കളർ റെഡ്. അങ്ങനെ ഏറ്റവും കൂടുതൽ ബോൾസ് ആ പൂളിലേക്ക് കളക്ട് ചെയ്യുന്ന ടീമായിരിക്കും വിൻ ആവാൻ പോണേ. ഓക്കെ, തുടങ്ങാം. ഓഡിയൻസ്, ആർ യു റെഡി? യെസ്, റെഡിയാണോ? റെഡി. ടൈം സ്റ്റാർട്ട്സ് നൗ. എങ്ങനെ കളിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ടീമില് ഓരോരുത്തരായിരിക്കും കളിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് വയ്യാണ്ടാവുകയാണെങ്കിൽ മാത്രം ആളെ മാറ്റേണ്ട കാര്യം ചിന്തിച്ചാൽ മതി. 2 പേര് സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങൾ എങ്ങാനും അവിടെ പോയി തലയിടിക്കുകയാണെങ്കിലൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ തടവി തരാൻ 2 പേരുണ്ട്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആട്ടി വിടരുത്. ഈ കൊച്ചുരാമന്മാർ തന്നെ ആടിയിട്ട് ഓരോ ബോൾസ് ഇങ്ങനെ അപ്പുറത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കണം. നിങ്ങളുടെ കളർ യെല്ലോ ആൻഡ് ഇവരുടെ കളർ റെഡ്. അങ്ങനെ ഏറ്റവും കൂടുതൽ ബോൾസ് ആ പൂളിലേക്ക് കളക്ട് ചെയ്യുന്ന ടീമായിരിക്കും വിൻ ആവാൻ പോണേ. ഓക്കെ, തുടങ്ങാം. ഓഡിയൻസ്, ആർ യു റെഡി? യെസ്, റെഡിയാണോ? റെഡി. ടൈം സ്റ്റാർട്ട്സ് നൗ.
ചെന്നിട്ട് വന്നില്ലെങ്കിൽ ആരാ ക്യാപ്റ്റൻ? നമ്മുടെ ക്യാപ്റ്റൻ. അയാളെ ക്യാപ്റ്റൻ നീയാണടാ ക്യാപ്റ്റൻ. അല്ല, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ചെന്നിട്ട് വന്നില്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ കിടന്ന് ആടേണ്ടി വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നേരെ അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കണം, താങ്കളാണ് ആ ടീമിന്റെ ക്യാപ്റ്റൻ. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇനി നോവിച്ചേട്ടന്റെ ടീമിന് ഇനി ഒരു 2 ബോൾസിന്റെ ഡിഫറൻസിലാണ് ഇവർ നിൽക്കുന്നത്. സുചേട്ടൻ ടോട്ടൽ 3 ബോൾസ് ആണ്. സോ ലീഡിങ് ഇവരുടെ ടീമാണ്. മൂവിംഗ് ഓൺ ടു ദി സെക്കൻഡ് റൗണ്ട്. അടുത്ത 2 പേര്. അപ്പോ ആടിക്കളിക്കണ കൊച്ചുരാമന്മാരെ എന്ന് പറഞ്ഞ ഈ ഗെയിമിന്റെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോ പേരിൽ ചെറിയൊരു മാറ്റം നമ്മൾ ഗെയിമിന്റെ വരുത്താണ്. ഇനി ആടിക്കളിക്കണ കൊച്ചുരാമികളെ ഇടാൻ പോവാണ്. കാരണം സെക്കൻഡ് റൗണ്ടിലേക്കാണല്ലോ പോകുന്നത്. അപ്പൊ രാമികളെ റെഡിയാണോ? നല്ല രസമല്ലേ, രാമിന്ന് പേരും വെസ്റ്റേൺ അറ്റയറും. ശരി, സ്റ്റാർട്ട് ചെയ്യാം. സോ ഇപ്പൊ ലീഡ് ചെയ്യുന്നത് ഐഷുവിന്റെ ടീമാണ്, അതായത് ശശുവിന്റെ ടീമാണ്. തിരുത്തി കുറിക്കണം തല്ലി. ഓക്കെ, സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിം കളിക്കാൻ എളുപ്പമല്ല, കണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര രസമായിരിക്കും. പക്ഷെ ഇവരെടുത്ത എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി ടു പ്ലേ ദിസ് ഗെയിം. ഒരു വലിയ കൈ കൊടുക്കണം. കൈ വേദനിക്കുന്നുണ്ട് അല്ലേ, നന്നായിട്ട്. പക്ഷെ ആ ഒരു സമയത്ത് ഇവരുടെ ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നുള്ള രീതിയിലായിരുന്നു. വെൽ പ്ലേഡ് ബോത്ത് ഓഫ് യു. ആൻഡ് ഇനി റിസൾട്ട് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അയ്യോ, നമ്മുടെ സപ്പോർട്ടേഴ്സ് നിങ്ങൾ എടുത്തു വെക്കൂ. നിങ്ങളില്ലെങ്കിൽ ഇവരില്ലല്ലോ. ലക്ഷ്മിപ്രിയ, ആന്റണി ചേച്ചി. യെസ്, അപ്പൊ ടോട്ടൽ സ്കോർ പറയുകയാണെങ്കിൽ ഇപ്പൊ ഐഷുവിന്റെ ടീം, അതായത് നമ്മുടെ ശശുവിന്റെ ടീം ടോട്ടൽ സ്കോർ ചെയ്തിട്ടുള്ള 1 2 3 4 5 6 7 8 9. ശശു 5 എണ്ണവും ഐഷു 4 എണ്ണവും സ്കോർ ചെയ്തു. വെരി ഗുഡ്, ഗുഡ് ജോബ്. ആൻഡ് തൻവിയുടെ മാക്സിമം തൻവി ശ്രമിച്ചു കേട്ടോ, കാരണം എളുപ്പമല്ല അത് കളിക്കാനായിട്ട്. ആൻഡ് നമ്മുടെ സുധിച്ചേട്ടൻ 1 2 3 ബോൾസ് ആയിരുന്നു പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തൻവി ഒരു ബോളും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തു. ദാറ്റ് മീൻസ് ആൾ ടോട്ടൽ 4 പോയിന്റ്സ്. സോ ഒരു സംശയം അല്ലാണ്ട് പറയാം, ആടിക്കളിക്കട കൊച്ചിരാമ എന്ന് പറഞ്ഞ ഈ ഗെയിമിൽ ജയിച്ചിട്ടുള്ളത് ആ കൊച്ചിരാമൻ ശശി കൊച്ചിരാമന്റെ ടീമാണ്.